കൂട്ടുകാർക്കെല്ലാം ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് മടക്ക് ചപ്പാത്തി എന്ന് വേണമെങ്കിലും പറയാം. കാര്യം പല ഫോൾഡായിട്ട് പല ലെയറായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം, അതാണ് അതിൻ്റെ കറക്റ്റ്. ഇത് ലൂക്ക് വാം വാട്ടറാണ്, ഒരുവിധം നല്ല ചൂടുണ്ട്. തിളച്ച വെള്ളത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ചപ്പാത്തി വെന്ത് പോവും, പിന്നെ അതിൻ്റെ ടെക്സ്ചർ മാറും. അപ്പോൾ ആദ്യം ഈ വെള്ളത്തിനകത്തേക്ക് നമുക്ക് അല്പം ഉപ്പിടണം. ചപ്പാത്തി പൊടിക്കകത്ത് ഉപ്പിടുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഉപ്പിടുന്നതാണ്. ഈ ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് കലക്കി ആ ഉപ്പൊന്ന് തൊട്ട് നോക്കണം. ആദ്യം നമുക്ക് ഈ വെള്ളം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കാനുള്ള പാത്രത്തിനകത്തേക്ക് ഒഴിക്കണം. അതിന് ശേഷം നമുക്ക് ചപ്പാത്തിയുടെ പൊടിയിടാം. ഇത് 2ാമത്തെ ഗ്ലാസ് പൊടി നമ്മളിട്ടു. ആദ്യം നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരാമായിരിക്കും. ഒന്നിൽ പൊടി കുറച്ച് കുറഞ്ഞു പോകാം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകാം, എന്തെങ്കിലുമൊക്കെ ആകാം. എങ്കിലും ഇതൊക്കെ അത് ശരിയായിക്കോളൂ. ഇനി ഇത് നമ്മൾ പൊട്ടി നനയ്ക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ വിരലിൻ്റെ അറ്റം മാത്രം വെച്ച് ഇങ്ങനെ അത് ശരിയായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്ത് എളുപ്പമാണെന്ന് നോക്കി ഇത് കുഴയ്ക്കാനായിട്ട്. കണ്ടോ, പണ്ട് കുരങ്ങപ്പം കടിച്ച പോലെ വെള്ളം കൂടുമ്പം പിന്നെയും പൊടിയിടും, പൊടി കൂടുമ്പം വെള്ളം ഒഴിക്കും. അപ്പം നമുക്കൊന്നും ഒരു കൺട്രോൾ ഇല്ലാതെ പോകും. അപ്പം ഇങ്ങനെ എല്ലാം ഇത് ചെയ്തതിന് ശേഷം നമുക്കിത് അങ്ങ് മിക്സ് ചെയ്താൽ മതി നന്നായിട്ട്. ഇത് കണ്ടോ, ഒന്നാമത്തെ കാര്യം നമ്മുടെ പാത്രം എന്ത് നീറ്റാന്ന് നോക്ക്. വെള്ളത്തിനകത്തോട്ട് ഇത് കുഴച്ചതുകൊണ്ട്, പിന്നെ ചെറിയൊരു ചൂടിൽ നമ്മൾ ചെയ്തത് കൊണ്ട് ഇത് ഓൾറെഡി സോഫ്റ്റാണ്. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ ഇതാ പറ്റുന്നില്ല, ഇത് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളം നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ സോഫ്റ്റ് ആകുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൗണ്ടറിലിട്ടൊക്കെ ഇട്ട് തിരുമ്മി പിടിച്ച് നമ്മുടെ കൈയുടെ ഇടപാട് വരും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇതിനകത്ത് അല്പം പോലും എണ്ണയും ചേർത്തിട്ടില്ല. അപ്പം നമുക്കിനിയും ആ ചപ്പാത്തി ഒരു 3 തരത്തിൽ ഞാൻ കാണിക്കാം. മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അത് ഗീ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് വയ്ക്കുന്നത് കൊണ്ട് തന്നെ പല മടക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് സാധാരണക്കാട്ടിലും കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് ആ ഉരുള ഉരുട്ടിയെടുക്കാം. അത് കുഴപ്പമില്ല. അതിനുശേഷം നമുക്കിതൊന്ന് പരത്താം. പരത്തുന്നതിന് മുമ്പ് ഇത് നല്ല ബോളായിട്ട് ഇത് റോൾ ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഏകദേശം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി, എന്നിട്ടിത് നന്നായിട്ട് പൊടിയിൽ മുക്കി പരത്തുക. എല്ലായിടും ഒരുപോലെ തിക്നെസ് ആയിരിക്കണം. പരത്തിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഗീ ഒന്ന് പുരട്ടുക. ഞാനത് ഒന്ന് പൊടിയിൽ മുക്കിയതിന് ശേഷം ഞാൻ അത് എടുത്ത് വെച്ചു. അതവിടെ ഇരിക്കട്ടെ. ഇത് 2ാമത്തെ പരത്തി. അതുപോലെ തന്നെ നമ്മൾ നെയ്യ് ഇച്ചിരി പുരട്ടുക. പിന്നെ എണ്ണയെക്കാട്ടിലും വളരെ സേഫാണ് ഗീ. ഒന്ന് നമ്മൾ ട്രയാങ്കിളായിട്ട് പുരട്ടി നമുക്ക് ചതുരത്തിലൊന്ന് ശരിയാക്കാം. അവിടെ നെയ്യ് പുരട്ടി തിരിച്ചു മടക്കി, അതിന് ശേഷം ഇവിടെ കൂടെ നമ്മളല്പം നെയ്യ് പുരട്ടി ഒന്നങ്ങോട്ട് മടക്കി, പിന്നെ തിരിച്ചിങ്ങോട്ട് മടക്കി. അതും ഞാൻ മാറ്റി ഇപ്പുറത്ത് വെച്ചു. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, ഇതുകൂടെ പരത്താം. ഇതിലും എണ്ണ പുരട്ടി. ഇതിപ്പം നന്നായിട്ട് പുരട്ടി. അതിന് ശേഷം ഞാനതൊന്ന് മുറിക്കാൻ പോവുകയാണ്. ലെയറായിട്ട് ഒന്ന് മുറിക്കുകയാണ്. ഇതിൽ ഈ വുഡിൽ ഇങ്ങനെ ഉരയ്ക്കരുത് കേട്ടോ, അത് സൂക്ഷിച്ച് ചെയ്യണേ. ഇതിന് മുകളിലേക്ക് അടുത്ത സൈസ് ഇങ്ങനെ ഏകദേശം ആണെങ്കിലും തരക്കേടില്ല. കണ്ടോ, ഊഹം വലിയ കുഴപ്പമില്ല. കണ്ടോ, ഏകദേശം ഒരുപോലെ തന്നെയൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഇത് വെച്ച് മടക്കി, എന്നിട്ട് ഇതൊരു പ്രാവശ്യം കൂടെ ഇതിന് നടുക്കൂടെ ഒന്നുകൂടെ കീറുക. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആരും വിചാരിക്കരുതേ. ഇതൊക്കെ രസമല്ലേ, കുക്കിങ്ങിന് നമ്മളൊരു ശീലമാക്കണം, ഒരു പാഷനാക്കണം. സത്യത്തിൽ ഒന്ന് മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുമ്പോഴേ സന്തോഷമല്ലേ. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഇത് വെച്ചു. ഇപ്പോൾ എത്ര ലെയറായെന്ന് നോക്കി, കണ്ടോ. ഇനി ഇതെന്നിട്ട് ഒന്ന് റോൾ ചെയ്യുക. ഇങ്ങനെ
ചുരുക്കം പറഞ്ഞാൽ ഏകദേശം നമ്മുടെ പൊറോട്ട പോലെ ഇരിക്കും. പൊറോട്ട എന്ന് പറയും. ഇതാ കണ്ടോ, വേണ്ടേ. എന്നിട്ട് ഇദ്ദേഹത്തെ നമ്മൾ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തുക. വേണ്ടേ, നോക്കിക്കേ, ഇതൊരു ലെയറായിട്ട് വരും. നമുക്ക് പൊറോട്ട പോലെ വരും. ഇത് എളുപ്പമല്ലേ, പൊറോട്ട അടിക്കാനൊന്നും പോകണ്ടല്ലോ. ഇത് ഞാൻ ഓൾറെഡി പരത്തി മാറ്റി വെച്ചു. ഇനി മറ്റേ രണ്ടും കൂടെ നമുക്കൊന്ന് പരത്താം. ട്രയാങ്കുലർ ഷേപ്പിലുള്ളത് അങ്ങനെ തന്നെ പരത്തുക. ഇതപ്പോൾ ഒരു 4 ലെയറേ ആവത്തുള്ളൂ, കാരണം നമ്മൾ 4ആയിട്ടല്ലേ മടക്കിയത്. മൂന്നാമത്തേത് റെക്റ്റാങ്കിളായിട്ട് പരത്താം. അത് നമ്മൾ എങ്ങനെ പരത്തുന്നു, സ്ക്വയറായിട്ട് നമ്മൾ പരത്തി വെക്കുകയാണെങ്കിൽ സ്ക്വയറായിട്ട് നമുക്ക് പരത്താം. റെക്റ്റാങ്കിളാണെങ്കിൽ റെക്റ്റാങ്കിളാക്കാം. കല്ല് നല്ല ചൂടായിട്ട് ഇരിക്കുകയാണിപ്പോൾ. ആദ്യം നമുക്ക് ആ ചതുരത്തിലുള്ളതും ഉണ്ടാക്കാം. അപ്പം ഞാൻ എണ്ണയൊന്നും കല്ലിൽ തേച്ചിട്ടില്ല. നമുക്ക് എത്രയും മൊരിയണോ അത്രയും അനുസരിച്ച് നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതാ നല്ല സോഫ്റ്റാണ്, ഇത് കണ്ടോ, വേണ്ടേ. ഇതിപ്പം വേണ്ടേ നല്ലപോലെ 2 സൈഡും മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഏതായാലും അകം മുഴുവൻ നെയ്യ് പുരട്ടിയതല്ലേ, അപ്പോൾ കല്ലേൽ പുരളാതെ ഒരല്പം ഗീ ഇതിന് പുറത്ത് മാത്രം പുരട്ടി കൊടുക്കുക. കല്ല് പുരട്ടിയ കല്ല് കണ്ടമാനം പോകുകയും. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് അടപ്പടയ്ക്കുമ്പം ഒരല്പം ഗ്യാപ്പ് ഇങ്ങനെ വിട്ട് വേണം അടയ്ക്കാൻ, ചേർത്തടയ്ക്കരുത്. കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പം തീ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കുറച്ച് വയ്ക്കണം. വയ്ക്കാം. ഇനി അടുത്തതാണ് നമ്മുടെ സംഭവം, പൊറോട്ട. ദാണ്ടിത്. അപ്പം ഞാനത് സൂക്ഷിച്ച് അങ്ങോട്ട് എടുത്തിടാൻ പോവാം. അവിടെ കിടക്കട്ടെ. ആട്ട കൊണ്ട് പൊറോട്ട ഉണ്ടാക്കാം, തിരിച്ചിടാം. അപ്പം നമുക്ക് മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന പൊറോട്ട മേടിച്ച് കഴിക്കണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പൊറോട്ട വീട്ടിലുണ്ടാക്കാം, ഗോതമ്പ് പൊടി കൊണ്ട്. നമ്മുടെ പൊറോട്ടയും റെഡിയാണ്. ഇതിലും വേണമെങ്കിൽ ഒരല്പം ഇത് പുരട്ടിക്കോ, കണ്ടോ. അപ്പോൾ നമ്മുടെ പൊറോട്ട ചപ്പാത്തിയും റെഡിയാണ്. അങ്ങനെ 3 തരത്തിലുള്ള ചപ്പാത്തിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് പൊറോട്ട നമുക്ക് വീട്ടിലുണ്ടാക്കാം, വളരെ ഹെൽത്തി ആയിട്ട് കേട്ടോ. ഇനി തൊട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ വീട്ടിൽ അവരെന്ത് പറയുന്നത് അറിയാമല്ലോ. ട്രയാങ്കിൾ ചപ്പാത്തി പൊറോട്ട, നമ്മുടെ സ്ക്വയർ ചപ്പാത്തി. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.